SDPIയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട് ഈ ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയൻ SDPIയുടെ പേര് പറയാൻ സന്നദ്ധനായില്ല. SDPIയുടെ വോട്ട് വേണ്ട എന്ന് അദ്ദേഹം പറയാനും തയ്യാറായിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലല്ല, കഴിഞ്ഞ ഈ ഏറ്റവും അവസാനത്തെ CPIഎമ്മിൻ്റെ സമ്മേളന കാലത്ത് പോലും SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ ധൈര്യമുണ്ടോ UDFന് എന്ന് മൈക്കിലൂടെ ചോദിച്ച പിണറായി വിജയൻ ഇത്തവണ പക്ഷേ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറാവുന്നില്ല. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ SDPIയുടെ വോട്ട് സ്വീകരിച്ചവരാണവരെന്ന് ആക്ഷേപം ഉന്നയിച്ച മുഖ്യമന്ത്രിക്ക് പക്ഷേ ഇത്തവണ ഞങ്ങൾക്കും വേണ്ട ഈ SDPIയുടെ വോട്ട് എന്ന് പറയാൻ സന്നദ്ധനാവുന്നില്ല. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഏറ്റവും അവസാനം അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഈ SDPIയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും വിവാദങ്ങളും ഉയർന്നു നിൽക്കെ അത് വേണ്ട എന്ന് സ്പഷ്ടമായി പറയാൻ താങ്കൾ തയ്യാറാവുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്ന മറുപടി, ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അങ്ങനെയല്ല, എല്ലാ സാമൂഹിക വിഭാഗങ്ങളും ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്, എന്നാൽ വർഗീയതയുമായി ഞങ്ങൾക്ക് കൂട്ടൊന്നുമില്ല എന്ന ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോവുകയാണ് അദ്ദേഹം ചെയ്തത്. SDPI എന്ന പാർട്ടിയെ വർഗീയ ശക്തികളെന്ന് വിളിച്ച മുഖ്യമന്ത്രി, നിയമസഭയിൽ തീവ്ര വർഗീയ ശക്തികൾ നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്ര, CAA സമരത്തിൽ നുഴഞ്ഞു കയറിയ SDPI തീവ്രവാദികളെന്ന് നിയമസഭയിൽ പറഞ്ഞ മുഖ്യമന്ത്രി, ഫ്രഷ്കട്ട് സമരത്തിൽ SDPI തീവ്രവാദികൾ കടന്നു കയറിയെന്ന് പറഞ്ഞ CPM, SDPIയുമായിട്ടും RSSുമായും ഞങ്ങൾക്ക് ഒരു കാലത്തും ഒരു ബാന്ധവുമില്ല, അതില്ല എന്ന് പറയാൻ UDFന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ച കോടിയേരി ബാലകൃഷ്ണൻ, ഇവരുടെയൊക്കെ അനുഭവ ചരിത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രതികരണ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ പക്ഷേ ഇത്തവണ SDPI എന്ന് മിണ്ടാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. സെയ്ഫ് സൈനുലാബ്ദീൻ എൻ്റെ കൂടെയുണ്ട്. സെയ്ഫ്, രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഉത്തരം പറഞ്ഞു. ഒന്ന്, സംവാദമാണ്. അത് നോർമലി നമ്മൾ പ്രതീക്ഷിച്ചിട്ടുമില്ല അദ്ദേഹം ഒരു തത്സമയ സംവാദത്തിന് സന്നദ്ധനാകും. ഒന്ന് ഫേസ്ബുക്കാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കുന്നു. ഈ SDPIയുടെ കാര്യത്തിൽ ഇന്നും മുഖ്യമന്ത്രി SDPI എന്ന് പേര് പറയാതിരിക്കുകയും അപ്പോൾ ആ ചോദ്യത്തിന് ഞങ്ങൾ ഒറ്റപ്പെടണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുകയും ചെയ്തത് വഴി അദ്ദേഹം നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ് സെയ്ഫ്? പക്ഷെ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച പോലെ തന്നെയാണ് ഇന്നും ആ ചോദ്യത്തിനുള്ള മറുപടി മുഖ്യമന്ത്രി നൽകിയത്. SDPയുമായി ബന്ധപ്പെട്ട് നിയമത്തെ ചില കാര്യങ്ങൾ ചോദിച്ചതുകൊണ്ടായിരുന്നു SDPI ബാന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചത്. SDPയുടെ നേതാവ് നേമത്ത് ശിവൻകുട്ടിയും പാർട്ടിയും വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് SDPയോട് എന്ന ചോദ്യമായിരുന്നു മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വന്നത്. എന്നാൽ തങ്ങൾ എല്ലാ കാലത്തും വർഗീയതയെ മാറ്റി നിർത്തിയുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് അസംബന്ധമാണ്. അങ്ങനെ ശിവൻകുട്ടിയോ പാർട്ടിയോ SDPയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ വോട്ടഭ്യർത്ഥനയോ മറ്റും നടത്തിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. SDPയുടെ വോട്ട് വേണമോ വേണ്ടയോ എന്ന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രി പറയുന്നില്ല എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ അതേ നിലപാട് തന്നെ ഈ വിഷയത്തിലും സ്വീകരിക്കുകയാണ്. വോട്ട് വേണ്ട എന്ന നിലപാട് മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. അത് ഭൂരിപക്ഷ വർഗീയത, അത് നാട്ടിൽ വലിയ ആപത്ത് വിതച്ചതാണ്. അതിനെതിരെ എല്ലാ കാലത്തും എതിർത്ത് നിന്നവരാണ് ഇടതുപക്ഷം. ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന നടപടിയും ഞങ്ങൾ സ്വീകരിച്ചു. ആ ഘട്ടത്തിലാണ് ഞങ്ങളോട് അകന്നു നിന്ന ന്യൂനപക്ഷം ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രി അതിന് മറുപടി നൽകിയത്. ഇടതുപക്ഷത്തോട് വലിയ ആഭിമുഖ്യം ഉണ്ടായിരുന്നവരല്ല ന്യൂനപക്ഷം. പിന്നീട് തങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ കൊണ്ട് അങ്ങനെയായി മാറിയവരാണ് അവർ. അങ്ങനെയുള്ള ഇടതുപക്ഷത്തെക്കുറിച്ച് തെറ്റായ ചിത്രം വരച്ച് കാട്ടി ഞങ്ങൾക്ക് കിട്ടുന്ന വോട്ടില്ലാതാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. വലതു പക്ഷക്കാരുടെ ചിന്തകളാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത് എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു. എന്തായാലും SDPI വോട്ടുമായി ബന്ധപ്പെട്ട് അതിനകത്തൊരു കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല. SDPI വോട്ട് വേണം എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിഷാദ്, ശരി, മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം SDPIയുടെ കാര്യത്തിലുള്ള പഴയ ഒരു സമീപനം ആവർത്തിക്കുന്നതാണ് കാണുന്നത്. മറ്റൊന്നും കൂടി ചോദിക്കട്ടെ സെയ്ഫ്, ഇന്നിപ്പം മുഖ്യമന്ത്രി ദീർഘസമയം ഏകപക്ഷീയമായുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സെഷൻ ഒഴിവാക്കി വളരെ പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് കടക്കുകയും ഇന്നലത്തെ സംഭവത്തിന് വിശദീകരണം നൽകുകയും കൂടുതൽ ചോദ്യങ്ങൾ എടുക്കുകയും ചെയ്തോ? തീർച്ചയായിട്ടും എടുത്തു. അത് മുഖ്യമന്ത്രി ആദ്യം തന്നെ ഈ ഫസ്റ്റ് പാർട്ട് എന്ന നിലയിൽ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നടന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് വിശദീകരിച്ചത്. അത് വിഴിഞ്ഞ അടക്കമുള്ള IT മേഖലയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച്. ആമുഖം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ വിഷയത്തിലേക്ക് കടന്നത്. ഇന്നലെ മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിഷയങ്ങൾ താൻ ആമുഖമായി 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് സമയമാണ് എടുക്കുന്നത്. എന്നാൽ ഇന്നലെ കുറച്ച് സമയം നീണ്ടുപോയി. ഏതാണ്ട് ഒരു 30 മിനിറ്റോളം ആ ആമുഖത്തിന് മാത്രം നീണ്ടുപോയി. പിന്നീട് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉണ്ടായി. ആരാണ് ചോദ്യം ചോദിക്കുന്നതെന്ന് നോക്കിയിട്ടല്ല താൻ മറുപടി പറയുന്നത്. തന്റെ മുന്നിലേക്ക് വന്ന ചോദ്യങ്ങൾക്ക് താൻ വിശദമായി തന്നെ മറുപടി പറഞ്ഞു. ആ വിശദമായ മറുപടി കുറച്ച് സമയം 40-45 മിനിറ്റ്, അതിൽ കൂടുതൽ തനിക്ക് അവിടെ ചെലവഴിക്കാൻ കഴിയില്ല. കാരണം വിവിധ തരത്തിലുള്ള പരിപാടികൾ പുറത്ത് ഉള്ളതുകൊണ്ട് അധികം നേരം ചെലവഴിക്കാൻ കഴിയില്ല. 40 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് സമയമാണ് താൻ അതിനുവേണ്ടി ചെലവഴിക്കുന്നത്. ഇത് ഉത്തരം നീണ്ടുപോയത് കൊണ്ട് 40 മിനിറ്റ് കഴിഞ്ഞ് 45 മിനിറ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അതുകൊണ്ടാണ് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ
കഴിയാതിരുന്നത്. അല്ലാതെ ആരാണെന്ന് നോക്കിയല്ല താൻ ഉത്തരം പറയുന്നത് എന്ന വിശദീകരണം മുഖ്യമന്ത്രി നൽകി. അത് ദൗർഭാഗ്യകരമായ സംഭവമായി പോയി എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചു. എന്തായാലും ഇന്ന് 15 മിനിറ്റിനും 20 മിനിറ്റിനും ഇടയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ ആമുഖം ഉണ്ടായിരുന്നത്. അതിനുശേഷം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം തന്നു. 40 മിനിറ്റ് നേരമാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായത്. 40ാമത്തെ മിനിറ്റ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നിർത്തുകയും ചെയ്തിട്ടുണ്ട്. നിഷാദ്.